ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്ന് ഇവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് ഈ പൊട്ടിയ മൺകലങ്ങൾ അതുപോലെ സിമൻറ്റ് ചട്ടികളൊക്കെ ഉണ്ടാകുമല്ലോ, അതുകൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുറച്ച് ഗാർഡൻ ഐഡിയാസാണ്. അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഫ്ലവർ പോട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലെയുള്ളൊരു മൺകലം കൊണ്ടാണ് കേട്ടോ. ഇത് കണ്ട ഈ ഒരു ഭാഗമൊക്കെ പൊട്ടിപ്പോയതാണ്, നമുക്ക് ഒട്ടും ഉപയോഗിക്കാൻ പറ്റില്ല അത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഇതുകൊണ്ടൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാമെന്ന്. ആദ്യം തന്നെ ആ ഒരു കലം ഞാൻ പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ബ്ലൂ കളർ ഇനാമൽ പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇനാമൽ പെയിൻ്റ് അടിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും ഒരു തിളക്കം കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ ഇനാമൽ പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ വാൾ പെയിൻ്റൊക്കെ നമ്മൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത്രയും തിളക്കം ഇതിന് കിട്ടില്ല. പിന്നെ ഇനാമൽ പെയിൻറ്റിൽ ബ്രഷ് മുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അടിച്ച് കഴിയുമ്പോൾ ആ ബ്രഷിൻ്റെ അറ്റം ഒരു കട്ടി പോലെ ഇരിക്കും. അത് പെട്ടെന്ന് പോയി കിട്ടാൻ കുറച്ച് പണിയാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം മണ്ണെണ്ണയിലൊന്ന് മുക്കി വെക്കും. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ കാണാം അത് നല്ല സോഫ്റ്റായിട്ട് വരുന്നത്. ഞാൻ എൻ്റെ എല്ലാ ക്രാഫ്റ്റ് വർക്കിനും ഈ ഒരു ബ്രഷ് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതുപോലെ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു ബ്രഷ് ഇങ്ങനെ ഇത്ര സോഫ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ അതാ ഞാൻ കലം മൊത്തമായിട്ട് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് നേരം ഒന്ന് ഉണക്കാൻ വെക്കണം കേട്ടോ. ഇനാമൽ പെയിൻ്റ് ആയതുകൊണ്ട് തന്നെ ഒന്ന് ഡ്രൈ ആകാൻ കുറച്ച് ടൈം പിടിക്കും. ഞാനിത് ഒരു ദിവസം ഫുള്ളൊക്കെ ഉണക്കാൻ വെക്കാറുണ്ട്. ഇപ്പോൾ ഇതാ കലമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പ്ലാന്റ്സൊക്കെ വെച്ച് സെറ്റ് ചെയ്യാം. അപ്പം ഞാനിത് ഇവിടെ വെക്കുന്നത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് സ്റ്റാൻഡുമാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇതിൽ പ്ലാന്റ്സ് വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാം. പിന്നെ ഇതുപോലെ ഇങ്ങനെ വല്ല സ്റ്റാൻഡുമ വെക്കുകയും ചെയ്യാം, അതുപോലെ ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ടും ഉപയോഗിക്കാം കേട്ടോ. ഹാങ്ങിങ് ചെയ്യാൻ കിട്ടുന്ന ആ ഒരു റോപ്പ് ഉണ്ടാകുമല്ലോ, അതുകൊണ്ട് ഹാങ് ചെയ്തിട്ടാലും ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ ഞാനിപ്പോൾ ഇതിൽ ഒരു പോട്ട് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് വെച്ച് കൊടുത്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ ഈ കലത്തിൽ പോട്ട് മിക്സൊക്കെ നിറച്ചിട്ട് നമുക്ക് നേരിട്ട് പ്ലാന്റ്സ് വെച്ച് കൊടുക്കാം. അടുത്തതായി ഞാനിവിടെ ഇതുപോലെയുള്ളൊരു സിമൻറ്റ് ചട്ടി കൊണ്ടാണ് പ്ലാന്റർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും പൊട്ടിപ്പൊളിഞ്ഞതാണ് കേട്ടോ. ഇതുപോലെയുള്ള സിമൻറ്റ് ചട്ടികളൊക്കെ ഒട്ടുമിക്ക വീടുകളിലും ഉണ്ടാകും. ഇനി ഈ ചട്ടിക്ക് ഞാനിവിടെ പെയിൻ്റ് അടിച്ച് കൊടുക്കാനാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് റെഡ് ഇനാമൽ പെയിൻ്റാണ്. പിന്നെ ഞാൻ ഇത്രയും ചെറിയൊരു ബോട്ടിൽ ഇനാമൽ പെയിൻ്റാണ് കേട്ടോ മേടിക്കാറുള്ളത്. വെറും 25 രൂപയെ ഇതിന് വില വരുന്നുള്ളൂ. പിന്നെ അത് കൂടാതെ തന്നെ ഈ ഒരു ബോട്ടിൽ കൊണ്ട് നമുക്ക് ഒരുപാട് ചട്ടികൾ പെയിൻ്റ് അടിച്ചെടുക്കാനും പറ്റും. ഇനി ഈ ഒരു ചട്ടി മൊത്തമായിട്ട് പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം ലാവിഷായിട്ട് തന്നെയാണ് കേട്ടോ പെയിൻ്റ് എടുക്കുന്നത്. നല്ലൊരു തിളക്കം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ടും ഇതിൽ ഒരുപാട് പെയിൻറ്റ് ബാക്കി വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം എത്രത്തോളം ബാക്കി വരുന്നുണ്ടെന്ന്. പിന്നെ പെയിൻ്റൊക്കെ അടിക്കുമ്പോൾ നമ്മൾ കയ്യുമ്പോൾ ഒരു ഗ്ലൗസ് ഇടുന്നത് നല്ലതായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ഈ പെയിൻ്റൊക്കെ കയ്യുമായിട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാനിവിടെ ഇട്ടിട്ടില്ല, ഞാനിങ്ങനെ പറയുന്നതാണ്. ഗ്ലൗസ് ഇടുന്നത് നല്ലതായിരിക്കും.
ഇപ്പോൾ ദാ ഞാനിത് മൊത്തമായിട്ട് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതും കുറച്ച് നേരം ഒന്ന് ഉണക്കാൻ വെക്കണം. ഇനി ഞാനെടുത്ത ആ ഒരു പെയിൻറ്റ് ബോട്ടിൽ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട്, കുറച്ച് മാത്രമേ ഇതിൽ നിന്ന് പോയിട്ടുള്ളൂ. ഈ ഒരു ബോട്ടിലുകൊണ്ട് ഇനി ഒരുപാട് ചട്ടികൾ നമുക്ക് പെയിൻ്റ് അടിച്ച് എടുക്കാൻ പറ്റും. ഇപ്പോൾ ദാ ഇത് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു ദിവസം ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ പോട്ട് മിക്സൊക്കെ ഒന്ന് നിറച്ച് കൊടുക്കാം. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ പോട്ടി മിക്സ് ചാണകപ്പൊടിയും അതുപോലെ സാദാ മണ്ണും മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ദാ ഞാനതിൽ പോട്ടി മിക്സൊക്കെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ വേണം കേട്ടോ ഇതിങ്ങനെ നിറച്ച് കൊടുക്കാൻ. ഇനി നമുക്ക് അതിൽ പ്ലാന്റ്സൊക്കെ വെച്ചൊന്ന് സെറ്റ് ചെയ്യാം. അപ്പം ഞാനിവിടെ ഇതിൽ എടുത്തിരിക്കുന്നത് നമ്മുടെ വെർട്ടിക്കൽ പ്ലാന്റ്സുകളായ സ്റ്റാർ ഗ്രാസ് അതുപോലെ റൂബി ഗ്രാസ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് പോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ വെർട്ടിക്കൽ പ്ലാന്റ്സ് ആകുമ്പോൾ നല്ല ബുഷിയായിട്ട് വരുന്ന പ്ലാന്റ്സുകളാണ് ഇതെല്ലാം. അപ്പോൾ ഈ ഒരു പോട്ടിൽ ഇങ്ങനെ ഇത് വെച്ചതിന് ശേഷം നല്ല ബുഷിയായിട്ട് വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാൻ. ഒരു റെഡ് ഗ്രീൻ കളറാകുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും അത് കാണാൻ. ഇപ്പോൾ ദാ പ്ലാന്റ്സൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പം ശരിക്കും ആവശ്യമില്ലാതെ പൊട്ടിപ്പോയ ഒരു സിമൻറ്റ് ചട്ടിയാണ് ഈ കാണുന്നത്. ഇതിനെ മേക്ക് ഓവറൊക്കെ ചെയ്ത് വന്നപ്പോൾ ഈ ഒരു ഷേപ്പിൽ ആയി കിട്ടിയിട്ടുണ്ട്. ശരിക്കും നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. അപ്പോൾ ഇതുപോലെ പൊട്ടിപ്പോയ സിമൻറ്റ് ചട്ടികളും മൺകലങ്ങളൊക്കെ വീട്ടിൽ ആവശ്യമില്ലാതിരിക്കുകയാണെങ്കിൽ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഗാർഡന് നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻസുകളൊക്കെ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.